നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങളിനി എവിടെയാണെങ്കിലും SMS എത്തും. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പാസ്പോർട്ടിന്റെ കാലാവധി സംബന്ധിച്ച വിവരങ്ങൾ ഇനി മുതൽ SMS ആയി ലഭിക്കുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജനസേവന നയത്തിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കേണ്ട തീയതി മറന്നുപോകുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. പാസ്പോർട്ട് ഉടമകൾക്ക് 2 SMS-കളാണ് അയക്കുക. ആദ്യത്തെ SMS 9 മാസം മുമ്പ്, രണ്ടാമത്തേത് 7 മാസം മുമ്പുമായിരിക്കും ലഭ്യമാകുക. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും പാസ്പോർട്ട് ഓഫീസുകളുമാണ് SMS അയക്കുക. SMS-ൽ ഓൺലൈനായി അപേക്ഷിക്കേണ്ട സംവിധാനവും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ മുതിർന്നവരുടെ പാസ്പോർട്ടിന് 10 വർഷവും പ്രായപൂർത്തിയാക്കാത്തവർക്ക് 5 വർഷവുമാണ് കാലാവധി നൽകിയിട്ടുള്ളത്. എന്നാൽ കാലാവധി കഴിഞ്ഞാലും പുതുക്കേണ്ട ദിവസം അറിയാതിരിക്കുന്ന പലർക്കും ഇത് സഹായപ്രദമാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. രാജ്യത്ത് കൂടുതൽ പാസ്പോർട്ട് അപേക്ഷകൾ ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ലോക്സഭയിൽ അടൂർ പ്രകാശ് രേഖാമൂലം മറുപടി നൽകിയത്. അതേസമയം കേരളത്തിൽ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും അനുവദിച്ച 19 കേന്ദ്രങ്ങളും പ്രവർത്തനം തുടങ്ങിയെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റബ്ബർ അധിഷ്ഠിത യൂണിറ്റുകൾക്കായി വ്യവസായ പാക്കുകൾ അനുവദിക്കുന്നത് പരിഗണിക്കില്ലെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അറിയിച്ചു. എന്തായാലും പാസ്പോർട്ടിന് കേരളത്തിൽ ഇത്രയേറെ മൂല്യമുള്ളപ്പോൾ പാസ്പോർട്ട് പുതുക്കേണ്ട സമയവും ഇനി മറക്കണ്ട. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.